ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇതുവരെ ഡിസ്കസ് ചെയ്തത് സെപ്പറബിൾ എക്സ്റ്റൻഷൻ്റെ കൺസെപ്റ്റ്സുകളായിരുന്നു. അപ്പം കുറേ ഇതിൽ കുറച്ച് തിയറങ്ങൾ പഠിച്ചു, റിസൾട്ടുകൾ പഠിച്ചു. എന്താണ് എല്ലാ ഫൈനൈറ്റ് ഫീൽഡും സെപ്പറബിൾ ആണ് എന്ന്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ സെപ്പറബിൾ ആണ് എന്ന് അല്ലേ. അതുപോലെ വേറൊന്നും പെർഫെക്റ്റിന് എക്സാമ്പിളാണ് എല്ലാ ഫൈനൈറ്റും പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിട്ടുള്ള എല്ലാ ഫീൽഡും പെർഫെക്റ്റ് ആണ് എന്ന് പഠിച്ചു. അതിന് എക്സാമ്പിളുകളാണ് ഏത്? റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ അതിന് എക്സാമ്പിളുകളാണ് എന്നും പഠിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പ് പഠിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോളിനോമിയൽ ഉണ്ട് എങ്കിൽ ആ പോളിനോമിയലിൻ്റെ പവർ ഒരു ഫീൽഡ് പോളിനോമിയൽ ഉണ്ട് എങ്കിൽ അതിൽ തന്നെ ആ പോളിനോമിയലും കണ്ടെയ്ൻ ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എസ്എ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കുന്ന, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചോദിക്കാത്ത ഒരു തിയറമാണ്, പ്രിമിറ്റീവ് എലമെൻറ്റ് തിയറം. അപ്പം പ്രിമിറ്റീവ് എലമെൻറ്റ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബി എ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ്. ഈ ബി എ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആണ്. അതുപോലെ തന്നെ ദെൻ ദർ എക്സിസ്റ്റ് ആൻ ആൽഫ ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ഇ ഈക്വൽ ടു എഫ് അല്ല കേട്ടോ, ഇത് ഇ ആണ്, എഫ് അല്ല. ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് സെപ്പറബിൾ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് ഈസ് സിമ്പിൾ എക്സ്റ്റൻഷൻ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൻ്റെ എക്സ്റ്റൻഷൻ, എഫ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് ഇ. ഇത് എന്തുമാണ്? സെപ്പറബിളുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ഇ എന്ന് പറയുന്നത് ഒരു എന്തായിരിക്കും? സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് ആൻ ആൽഫ ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ. അങ്ങനെ ഉണ്ട് എങ്കിൽ അങ്ങനത്തെ എലമെൻറ്റിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് എലമെൻറ്റ് എന്ന് പറയുക. എന്ത് എലമെൻറ്റ്? പ്രിമിറ്റീവ് എലമെൻറ്റ് എന്ന് പറയുക. അതായത് സിമ്പിൾ എക്സ്റ്റൻഷൻ ആക്കിയിട്ടൊരു സ്പേസിനെ, ഒരു വെക്റ്റർ സ്പേസിനെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനെ നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ആ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിമിറ്റീവ് എലമെൻറ്റ് എന്ന് പറയാം. അപ്പം ഒരു എഫ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്, അതിൻ്റെ എക്സ്റ്റൻഷൻ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് ഈ. അത് സെപ്പറബിൾ ആണ് എങ്കിൽ ദെൻ ഇ ഈസ് സെപ്പറബിൾ ആണെങ്കിൽ ഇ ഈസ് സിമ്പിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രൂഫ് തുടങ്ങാം. പ്രൂഫ് പ്രകാരം ഇ എന്താണ്? സപ്പോസ് ചെയ്യാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത് ഒരു ആദ്യം ഫൈനൈറ്റ് ഫീൽഡാണ് എന്നെടുത്തു. എന്താണ്? ഫൈനൈറ്റ് ഫീൽഡും ആവാം, ഇൻഫൈനൈറ്റ് ഫീൽഡും ആവാം. ഞാൻ ആദ്യം എന്ത് ചെയ്തു? എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡാണ് എന്നെടുത്തു. ഫൈനൈറ്റ് ഫീൽഡാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഈ എന്താണ്? ഫൈനൈറ്റ് എക്സ്റ്റൻഷനുമാണ്, അതുപോലെ തന്നെ എന്തുമാണ്? സെപ്പറബിളുമാണ്. ഓക്കെ, സെപ്പറബിളുമാണ്. എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് ഈസ് ഫൈനൈറ്റ് ആയിരിക്കും. എവറി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് ഈസ് ഫൈനൈറ്റ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും, ഒരു ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനൊക്കെ ഫൈനൈറ്റ് ഫീൽഡായിരിക്കും. അപ്പോൾ ഇതും എന്താണ്? ഫൈനൈറ്റ് ഫീൽഡാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിരുന്നു. ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എഫ് ഒരു ഫീൽഡാണ്. അങ്ങനെയാണ് എങ്കിൽ എഫ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ എലമെൻറ്റ്സ് അല്ലേ, നോൺ സീറോ എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എഫ് സ്റ്റാർ വിത്ത് ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു? സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്തിരുന്നു. എന്താണ്? സൈക്ലിക് ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്തിരുന്നു. അങ്ങനെ സൈക്ലിക് ഗ്രൂപ്പ് ആണ് എങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ സ്റ്റാർ എന്ന് പറയുന്നത്, ഇ സ്റ്റാർ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് കിട്ടും. സൈക്ലിക് ഗ്രൂപ്പ്. അവിടുത്തെ ജനറേറ്റർ ഞാൻ എടുത്തു. ആൽഫ എന്ന് പറയുന്നതാണ് ജനറേറ്റർ എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും
ഇ ഈക്വൽ ടു എന്താണ് എന്ന് പറയാൻ പറ്റും? എഫ് ഓഫ് ആൽഫയാണ് എന്ന് പറയാൻ പറ്റും. നോൺ സീറോ എലമെൻറ്റ്സ് എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഏതിനെ കൊണ്ടാണ്? എഫ് ഓഫ് ആൽഫനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ജനറേറ്റർ എന്താണ്? ആൽഫയാണ് എന്ന് കിട്ടി. സോ ഒന്നാമത്തെ പ്രൂഫ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് രണ്ടാമത്തെ പ്രൂഫാണ്. ഇതിൽ ലെങ്ത് ഉള്ളതും രണ്ടാമത്തെ പ്രൂഫാണ്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പ്രൂഫ് എന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് സപ്പോസ് ചെയ്യേണ്ട അടുത്ത കേസ് എന്ന് പറയുന്നത് എഫ് ഈസ് ഇൻഫൈനൈറ്റ്. ഇൻഫൈനൈറ്റ് ആണ് എങ്കിൽ എഫിൻ്റെ കേസ് എങ്ങനെ എന്നുള്ളതാണ്. ഓക്കെ, എഫ് എന്താണ്? ഇൻഫൈനൈറ്റ് ആവുക. അത് എഫ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എന്തായാലും ഇയും എന്തായിരിക്കും? എഫിൻ്റെ എക്സ്റ്റൻഷനാണ്, ഇൻഫൈനൈറ്റ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. പ്രൂവ് ചെയ്യേണ്ടത് ഇ എന്ന് പറയുന്നത് സം എഫ് ഓഫ് ആൽഫ കോമ അല്ലെങ്കിൽ ബീറ്റ കോമ ന്യൂ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ബീറ്റ ഓവർ എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്തു. ഇതിൻ്റെ സീറോസ് ആണ് ആര്? ബീറ്റ വൺ ഈക്വൽ ടു ആരെന്നാണ്? ബീറ്റ എടുത്തു, ബീറ്റ ടു എക്സെട്ര. ബീറ്റ എൻ സീറോസ് ഉണ്ട് അല്ലെങ്കിൽ എൻ സീറോസ് ഉണ്ട്. അതായത് ബീറ്റ വൺ എന്ന് പറഞ്ഞാൽ ബീറ്റ എൻ, അങ്ങനെ ബീറ്റ എൻ സീറോസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂ എന്ന് പറയുന്നതിൻ്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ന്യൂ ഓവർ എഫ് എന്ന് പറയുന്നത് അതിൻ്റെ സീറോസ് ആണ് ന്യൂ വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ടു എക്സെട്ര ന്യൂ എം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? എല്ലാ സീറോസിൻ്റെയും മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലിസിറ്റി 1 ആവാൻ കാരണം? റീസൺ എന്തുകൊണ്ടാണ്? ഈ എന്താണ്? സെപ്പറബിൾ ആണ്. ഓക്കെ, ഈ എന്താണ്? സെപ്പറബിൾ ആണ്. എവരി സെപ്പറബിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ്റെ ഉണ്ട് എങ്കിൽ അതിലുള്ള സീറോസ്, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ ഒക്കെ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനാണ്. നമ്മൾ ഈ ബുക്കിലല്ല അത് പ്രൂവ് ചെയ്യപ്പെടുന്നത്, പക്ഷേ നമ്മൾ ആ റിസൾട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിസൾട്ട് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം അതിന് പ്രൂഫൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് സുഖമായി. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റീസൺ ഈ എന്താണ്? സെപ്പറബിൾ ആയതുകൊണ്ട്, സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഉണ്ട് എഫ് എന്ന് പറയുന്ന ഫീൽഡ്, സച്ച് ദാറ്റ് എ ഒരിക്കലും നോട്ട് ഈക്വൽ ടു എന്തുവാണ്? നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ന്യൂ മൈനസ് ന്യൂ ജെ, വേർ ജെ നോട്ട് ഈക്വൽ ടു ഐ. ഐയും ജെയും ഒരിക്കലും ഈക്വൽ ആവില്ല. അങ്ങനെയാണ് എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പിന്നീട് ഓരോരോ കുഞ്ഞാപ്പുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനപ്പുറത്തൊക്കെ എടുത്തിട്ട് എനല്ല ന്യൂ മൈനസ് ന്യൂ ജെനപ്പുറത്ത് കൊണ്ടുവന്നാൽ എ ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ ജെ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ ഐ മൈനസ് ബീറ്റ അല്ലേ? ഇങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും ബീറ്റ ഐ മൈനസ് ബീറ്റ. ഇനി വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് എനുള്ളിലേക്ക് എടുത്താൽ എ ന്യൂ മൈനസ് എ ന്യൂ ജെ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ മൈനസ് ബീറ്റ. ഇനി ബീറ്റ എന്ന് പറയുന്ന കുഞ്ഞാപ്പൂനപ്പുറത്ത് കൊണ്ടുപോവുക, എ ന്യൂ ജെനപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എ ന്യൂ പ്ലസ് ബീറ്റ മൈനസ് ബീറ്റനപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് ബീറ്റ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ ഇവിടെ ഉണ്ടാവും, ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് എ ന്യൂ ജെ എന്ന് കിട്ടും. ഓക്കെ,
അങ്ങനെയാണ് എങ്കിൽ ന്യൂ ജെ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ലെറ്റ് ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആരെടുക്കാൻ പോവുകയാണ്, ബീറ്റ പ്ലസ് എ ന്യൂ എടുത്തു. ബീറ്റ പ്ലസ് എ ന്യൂ, ദാറ്റ് ഇംപ്ലൈസ് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ പ്ലസ് എ ന്യൂ ജെ എന്ന് കിട്ടിക്കഴിഞ്ഞു. ബീറ്റ പ്ലസ് എ ന്യൂ ജെ. ഈ കുഞ്ഞാപ്പ് പോസിബിൾ ആണ് എങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, എ ന്യൂ ജെനെ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് ആൽഫ മൈനസ് എ ന്യൂ ജെ, പ്രത്യേകം ശ്രദ്ധിക്കണം, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ. ഇത് എപ്പോഴൊക്കെ പോസിബിൾ ആണ്, ആൽഫയിൽ ഒരു കുഞ്ഞാപ്പുണ്ട്, ആൽഫ ജെ ഈക്വൽ ടു 1 ആണ് എങ്കിൽ എന്ത് സംഭവിക്കും, ജെ ന്യൂ 1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, ന്യൂ തന്നെയാണ്. അപ്പോൾ അത് ഇതായിപ്പോവും, ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ. അപ്പം ജെ നോട്ട് ഈക്വൽ ടു ഫോർ ഓൾ ഐ, ഇത് പോസിബിൾ ആണ് ഫോർ ഓൾ ഐക്കും. അതുപോലെ തന്നെ ജെ നോട്ട് ഈക്വൽ ടു ഫോർ ഓൾ ഐ, അതുപോലെ തന്നെ ജെ നോട്ട് ഈക്വൽ ടു 1. 1 അല്ലാത്തതിനൊക്കെ, 1ലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്, ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ബീറ്റ പ്ലസ് ആൽഫ ജെ മൈനസ് എ മൈനസ് ജെ എന്ന് പറഞ്ഞാൽ എ മൈനസ് ന്യൂ 1. ന്യൂ 1 എന്ന് പറഞ്ഞാൽ ആരെന്നാണ്, ന്യൂ ആണ്. അപ്പോൾ ഇതും ക്യാൻസലായി പോകുമ്പോൾ ബീറ്റ തന്നെയാണ് കിട്ടുക. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ആണ്. അപ്പം ഈ കേസ് അല്ലാത്ത ബാക്കി എല്ലാ കേസിനും ഇത് പോസിബിൾ ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം നമുക്ക് ഈ കൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മളുടെ കയ്യിലുണ്ട് ഈ കുഞ്ഞാപ്പ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ബീറ്റ ഓവർ എഫ് ആണ് എന്നത്. അങ്ങനെയാണെങ്കിൽ കൺസിഡർ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ മൈനസ് എ എക്സ് എന്ന പോളിനോമിയൽ എടുത്തു. ഈ പോളിനോമിയൽ എവിടെ ഉണ്ടായിരിക്കും, കാരണം ആൽഫ ഒരിക്കലും എഫിലില്ലാത്ത ആളാണ്, പക്ഷേ എഫ് ഓഫ് ആൽഫയിൽ ആൽഫ ഉണ്ടാകുമല്ലോ. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ വിച്ച് ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ആൽഫ എക്സ് ആണ്, എഫ് ഓഫ് ആൽഫ എക്സിലുള്ള എലിമെൻ്റ് ആണ് എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഇനി ഞാൻ എച്ച് ഓഫ് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ മൈനസ് എ ന്യൂ ആണ്. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ ന്യൂ അല്ലെങ്കിൽ ബീറ്റ പ്ലസ് എ ന്യൂ ആണ്. ബീറ്റ പ്ലസ് എ ന്യൂ ആണ് ആര്, ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ എഫ് ഓഫ് ബീറ്റ പ്ലസ് എ ന്യൂ മൈനസ് എ ന്യൂ, ദാറ്റ് ക്യാൻസൽ എഫ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ, അല്ലെങ്കിൽ എഫിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് എഫിൻ്റെ 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം എച്ച് ഓഫ് എക്സിൻ്റെ 0 ആണ് ആര് എന്ന് കിട്ടി, ന്യൂ ആണ് എന്ന് കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം, എച്ച് ഓഫ് എക്സിൻ്റെ 0 ആണ് ആര്, ന്യൂ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പം പക്ഷേ നമുക്കറിയാം എച്ച് ഓഫ് ന്യൂവിൻ്റെ 0 ആണ്, പക്ഷേ എച്ച് ഓഫ് ന്യൂ, ഇപ്പം ഞാൻ എച്ച് ഓഫ് ന്യൂ ജെ എടുത്തു, ന്യൂ ജെ നോട്ട് ഈക്വൽ ടു 1, ജെ നോട്ട് ഈക്വൽ ടു 1 ആണ് എങ്കിൽ ന്യൂ ജെൻ്റെ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക, ജെ നോട്ട് ഈക്വൽ ടു 1 എടുത്തു. ജെൻ്റെ കേസിലാണ് ജെ ഈക്വൽ ടു 1 ആണ് എങ്കിലാണ് എച്ച് ഓഫ് ന്യൂ 1 എന്ന് വരുന്നത്. അല്ലാത്തതിൻ്റെ കേസിൽ നോട്ട് ഈക്വൽ ടു ബീറ്റ ഐ അല്ലേ. അങ്ങനെയാണ് എങ്കിൽ എപ്പോഴും എച്ച് ഓഫ് ന്യൂ ജെ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം ഇവിടെ നിന്നും നമുക്ക് ഒരൊറ്റ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ആ കണ്ടീഷൻ, എന്താണ് കിട്ടിയത്, എഫ് ഓഫ് എക്സിൻ്റെ 0 ബീറ്റ ഐസ് ഓൺലി ആണ് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ 0 ബീറ്റ ഐസ് ഓൺലി ആണ്. ഇവിടെ നമുക്ക് എച്ച് ഓഫ് ന്യൂ ജെ ഒരിക്കലും 0 അല്ല, പക്ഷേ ന്യൂ 0 ആണ് എച്ചിൻ്റെ എന്നും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഇതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വേറൊരു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. ആ പോളിനോമിയലിനെ പറ്റുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ
ന്യൂ ആൻഡ് എഫ്, എഫിൻ്റെ മുകളിലുള്ള പോളിനോമിയൽ. അങ്ങനെയാണ് എക്സിൻ്റെ 0 ആണ് ന്യൂ. അങ്ങനെയാണ് എങ്കിൽ എച്ച് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കും. കോമൺ ഫാക്ടർ എവിടെ ഈ കോമൺ ഫാക്ടർ ഉണ്ടാവുക? എച്ച് ഓഫ് എക്സ് എയിലുള്ള എലമെൻ്റ് ആണ്. കാരണം എഫ് ഓഫ് എക്സ് മൈനസ് ആൽഫ, എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ മൈനസ് എ എക്സ് ആണ്. ഇത് ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ ഓഫ് എക്സിലാണുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഇതിനൊരു കോമൺ ഫാക്ടർ ഉണ്ടാകുക എവിടെയാണ്? എഫ് ആൽഫ ഓഫ് എക്സിലാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടാവുക. ഓക്കെ, എക്സിലാണ് ഉണ്ടാവുക കോമൺ ഫാക്ടർ ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമുക്ക് അറിയാം, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിൽ നിന്നും എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിർബന്ധമായിട്ട് കോമൺ ഫാക്ടർ ഉണ്ട് എങ്കിൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ന്യൂ ഓവർ എഫ് ഓഫ് ആൽഫ ആയിരിക്കും ആര്? എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻ, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ന്യൂ എഫ് ഓഫ് എഫും അതുപോലെ തന്നെ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ന്യൂ ഓവർ എഫ് ഓഫ് ആൽഫ ആയതുകൊണ്ട് ന്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പു നിർബന്ധമായിട്ടും ഒരു കോമൺ 0 ആയിരിക്കും. എന്തിൻ്റെ കോമൺ 0 ആയിരിക്കും? 0 ഓഫ് എച്ച് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും കോമൺ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് അങ്ങനെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും കോമൺ 0 ആവുക എന്ന് പറഞ്ഞാൽ, കോമൺ 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഓൾറെഡി അങ്ങനെയാണ് എങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലീനിയർ ഫാക്ടർ ആയിരിക്കണം. ലീനിയർ ഫാക്ടർ ആവുക എന്ന് പറയുന്നതോടുകൂടി, ഓക്കെ, ഒരു കോൾ ഉണ്ടായിരുന്നു, ഐ എം സോറി, അതിപ്പോൾ കട്ട് ചെയ്തതാണ്. ഫാക്ടർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ലീനിയർ ഫാക്ടർ ആവുക എന്നുള്ളതും, അതുകൊണ്ട് ഇവിടെ എച്ച് ഓഫ് എക്സ് ലീനിയർ ഫാക്ടർ ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീനിയർ ഫാക്ടറിൽ പെട്ടതാണ് ആര്? എക്സ് മൈനസ് ന്യൂ അല്ലേ? ഈ ലീനിയർ ഫാക്ടറും എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് ആൽഫ ഓഫ് എക്സിൽ ഉണ്ടായിരിക്കണം. എച്ച് ഓഫ് എക്സ് എഫ് ഓഫ് ആൽഫ ഓഫ് എക്സിലെ പോളിനോമിയലാണ്. അങ്ങനെയാണ് എങ്കിൽ ഇത് അതിലുണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ന്യൂ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ന്യൂ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ദസ് അങ്ങനെ പറയുമ്പോൾ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം ഓൾറെഡി ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ബീറ്റ പ്ലസ് എ മൈനസ് ന്യൂ ആണ്. വിച്ച് ഇംപ്ലൈസ് ബീറ്റ ഈക്വൽ ടു എന്ത് എന്ന് എഴുതാൻ പറ്റും? ആൽഫ മൈനസ് എ ന്യൂ എന്ന് എഴുതാൻ പറ്റും. ആൽഫ എഫ് ഓഫ് ആൽഫയിലുണ്ട്, ന്യൂ എഫ് ഓഫ് ആൽഫയിലുണ്ട്, എ ന്യൂ എഫ് ഓഫ് ആൽഫയിലുണ്ട്. ആൽഫ മൈനസ് എ ന്യൂ എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് ആൽഫയിൽ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ബീറ്റയും ന്യൂ എഫ് ഓഫ് ആൽഫയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore ആൽഫ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന കുഞ്ഞാപ്പോ, എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന കുഞ്ഞാപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഓഫ് ബീറ്റ കോമ ന്യൂ ആണ്. എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബീറ്റ ആൻഡ് ന്യൂ ആണ്. അതുപോലെ തന്നെ ആൽഫയുടെ രണ്ട് എലമെൻറ്റുകളും എഫ് ഓഫ് ആൽഫയിൽ എന്ന് പറയുമ്പോൾ അതിലുള്ള, കാരണം എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന കുഞ്ഞാപ്പീസ് സബ്സെറ്റ് ഓഫ് എന്ത് വരും? എഫ് ഓഫ് ന്യൂ കോമ അല്ലെങ്കിൽ ബീറ്റ കോമ ന്യൂ വരികയും ആദ്യത്തെ കണ്ടീഷനിൽ, രണ്ടാമത്തെ കണ്ടീഷനിൽ നേരെ തിരിഞ്ഞുണ്ടും ഈ കണ്ടീഷൻ എന്തെന്നാ വരിക? ആൽഫയും ബീറ്റയും എഫ് ഓഫ് ആൽഫയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് ന്യൂ കോമ ബീറ്റ അല്ലെ ബീറ്റ കോമ ന്യൂ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ആൽഫ എന്ന് കിട്ടുകയും ചെയ്യും. ഈ രണ്ട് കണ്ടീഷനിൽ നിന്നാണ്
നമുക്ക് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ. ദെർഫോർ ഇ ഈക്വൽ ടു എന്ത് കിട്ടിക്കഴിഞ്ഞു? എഫ് ഓഫ് ആൽഫ എന്ന് കിട്ടിക്കഴിഞ്ഞു. ദസ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എനിക്ക് 11:15 മീറ്റിംഗ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?